ഇടത് വലത് കക്ഷികളുടെ ന്യൂനപക്ഷ സ്നേഹം കാപട്യം നിറഞ്ഞതാണ്. രാജ്യത്തെ സ്നേഹിക്കുന്ന വലിയ ശക്തിയാണ് BJP എന്ന പ്രസ്ഥാനം. മറ്റു കക്ഷികളുടെ അതിക്രൂര മർദ്ദനങ്ങൾക്കും കൊലപാതക രാഷ്ട്രീയത്തിനും ഈ മഹത് പ്രസ്ഥാനത്തെ തകർക്കാൻ കഴിയില്ല. 1999 ഡിസംബർ 1 പിഞ്ചുകുട്ടികളുടെ മുന്നിലിട്ട് CPMകാർ വെട്ടിക്കൊലപ്പെടുത്തിയ ജയകൃഷ്ണൻ മാസ്റ്ററുടെ ബലിദാനത്തിൻ്റെ 25ാം വാർഷികം ചെറുപുഴയിൽ ആചരിച്ചു. കൂടാതെ CPMകാർ പെരുമ്പയിൽ വെച്ച് കൊലപ്പെടുത്തിയ CK വിനോദിൻ്റെയും ബലിദാന അനുസ്മരണമാണ് ഡിസംബർ 1. ബലിദാന ദിനാചരണത്തിൻ്റെ ഭാഗമായി കാക്കയംചാലിൽ നിന്നും നൂറുകണക്കിന് പ്രവർത്തകർ പങ്കെടുത്ത പ്രകടനവും സ്വർഗീയ വിനോദ് കുമാർ നഗറിൽ പൊതുസമ്മേളനവും നടന്നു. പൊതുസമ്മേളനം അഡ്വക്കേറ്റ് ഷോൺ ജോർജ് ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന സെക്രട്ടറി രാഹുൽ ഗോപിദാസ് മുഖ്യപ്രഭാഷണം നടത്തി. ഞങ്ങൾക്കെന്നും ആവേശം, ഞങ്ങൾക്കെന്നും ആവേശം. മാർക്സിസ്റ്റ് വ്യാപാരികൾ അതിക്രൂരമായി വെട്ടിക്കൊലപ്പെടുത്തിയ സ്വർഗീയ KT ജയകൃഷ്ണൻ മാസ്റ്ററുടെ ജ്വലിക്കുന്ന ഓർമ്മകൾക്ക് ഇന്ന് 25 വർഷം. KT ജയകൃഷ്ണൻ മാസ്റ്റർ ബലിദാന ദിനാചരണം നിങ്ങൾക്കായിരം അഞ്ജലികൾ. മരിക്കുന്നില്ല, ജീവിക്കുന്നു ഞങ്ങളിലൂടെ, ജീവിക്കുന്നു ഞങ്ങളിലൂടെ, ജീവിക്കുന്നു ഞങ്ങളിലൂടെ. ജയ് ജയ് ഭാരത് മാതാ, ജയ് ജയ് ഭാരത് മാതാ, ജയ് ജയ് ഉമാതാ, ജയ് ജയ് ഉമാതാ. ആദർശത്തിൻ ബലിപീഠത്തിൽ മാതരം വന്ദേ മാതരം. ഈ പാർട്ടിയുടെ ഓരോ സഹപ്രവർത്തകരെയും ഓരോ നേതാവിനെയും കൂടുതൽ ഉത്തരവാദിത്തമുള്ളവരായി മാറ്റുന്ന പ്രവർത്തനങ്ങൾ ഈ കണ്ണൂർ ജില്ലയിലെ ഓരോ മേഖലയിലേക്ക് കടന്നു ചെല്ലുമ്പോഴും കഴിഞ്ഞ കാലങ്ങളിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നടത്തിയ നരവേട്ടയുടെ കഥകൾ കേൾക്കുമ്പോ ഓരോ ദിവസവും പ്രതിസന്ധികളിലൂടെ കടന്നു പോകുമ്പോ മുണ്ട് കുറുക്കി കൊടുത്തും ജീവൻ പണയം വെച്ചും വീണ്ടും BJPക്ക് സിന്ദാബാദ് വിളിക്കുന്ന ഒരു സമൂഹത്തിന് മുമ്പിൽ നിന്ന് പ്രസംഗിക്കുമ്പോ എനിക്ക് ഏറെ അഭിമാനമാണ്. KT ജയകൃഷ്ണൻ മാസ്റ്റർ നമുക്കെല്ലാം അറിയാം. ഒരുപക്ഷെ ബലിദാനികളിൽ നമ്മൾ അങ്ങനെ പറയാൻ പാടുന്നിരിക്കുന്നത് ബലിദാനികളിൽ ഏറ്റവും പ്രശസ്തരാണ് KT ജയകൃഷ്ണൻ മാസ്റ്റർ. നമുക്കിവിടെ പുഞ്ചക്കാട് രാമോദരേട്ടന്, CK രാമചന്ദ്രേട്ടൻ, CK വിനോദ് കുമാർ, ചൂരിക്കാട് വിജയേട്ടൻ, അങ്ങനെ നിരവധി ബലിദാനികൾ ഇവിടെ ഉണ്ടെങ്കിലും ഞങ്ങൾ ഈ കോട്ടയത്തൊക്കെ ഇരിക്കുന്ന ആളുകൾക്കൊക്കെ ഏറ്റവും അധികം കേട്ടിട്ടുള്ള ഒരു പേര് എന്ന് പറയുന്നത് ജയകൃഷ്ണൻ മാസ്റ്റർ. പോലും സമാധാനപരമായി സമ്മേളനം അവസാനിപ്പിക്കാൻ കഴിയാത്ത പ്രതിസന്ധിയിലേക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നീങ്ങിയിരിക്കുന്നു. കേരളത്തിൽ അങ്ങോട്ടും ഇന്നലെയും ഏരിയ കമ്മിറ്റി കമ്മിറ്റിയാണ് മലപ്പുറം പ്രദേശത്താണ് ഏരിയ കമ്മിറ്റിയിൽ
വലിയ രീതിയിലുള്ള പ്രതിസന്ധി സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. CPM-ഉം കോൺഗ്രസ് പാർട്ടിയും നടത്തുന്ന പ്രീണന രാഷ്ട്രീയത്തെയും അൽമതേതരത്തെയും കേരള സമൂഹം തിരിച്ചറിഞ്ഞിരിക്കുന്നു. കഴിഞ്ഞ 1-2 മാസക്കാലമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഒരു ചെറിയ ഉറച്ചു നിലമൊക്കെ ഉണ്ട്. എങ്കിൽ പോലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അവർ ഉയർത്തിപ്പിടിച്ച മുദ്രാവാക്യങ്ങളെ SDP-യുടെ മുമ്പിൽ പോലും അടിയറവെക്കേണ്ട ഗതികേടിൽ രാഷ്ട്രീയ പാർട്ടി മുമ്പോട്ട് പോകുമ്പോ യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാർക്ക് ഇനി CPI-യുടെ ചിന്താഗതി പിടിക്കാൻ കഴിയാത്ത സാഹചര്യത്തിലേക്ക് ആ പാർട്ടി നടന്നു നീങ്ങുന്നു. നമ്മൾ മുമ്പോട്ട് വെക്കുന്നത് ഇവിടെ ആരും ഈ ഇരിക്കുന്ന നേതാക്കന്മാരെ എന്നെയോ പാർട്ടിയുടെ സംസ്ഥാന നേതാക്കളെ കണ്ടോന്നല്ല ഇവിടെ വന്നിട്ടുള്ളത്. നിങ്ങളെല്ലാം ഇവിടെ നമ്മൾ ഉയർത്തിപ്പിടിക്കുന്ന ഒരു ആദർശത്തിന്റെ അടിത്തറയിൽ നിന്നുകൊണ്ടാണ് നിങ്ങളെല്ലാം ഇവിടെ കടന്നു വന്നിട്ടുള്ളത്. ആ നമ്മൾ ഉയർത്തിപ്പിടിക്കുന്ന സിദ്ധാന്തത്തിന്റെ അടിസ്ഥാനത്തിലാണ് കടന്നു വന്നിട്ടുള്ളത്. നമ്മുടെ ഈ ബലിദാനികൾ ജീവൻ ബലികൊടുത്തതും ആ സിദ്ധാന്തത്തിന്റെ അടിസ്ഥാനത്തിലാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അവർ ഉയർത്തിപ്പിടിച്ച സിദ്ധാന്തം ഇന്ന് നഷ്ടമായിരിക്കും. നമുക്ക് ഈ ഏറ്റവും അടുത്ത കാലത്ത് നമുക്ക് ഏറ്റവും ദുഃഖമുണ്ടായ കാര്യം പാലക്കാട് തെരഞ്ഞെടുപ്പ് ആണല്ലേ. എനിക്ക് അടുത്ത കാലത്ത് ഏറ്റവും സന്തോഷമുണ്ടായ കാര്യം പാലക്കാട് തെരഞ്ഞെടുപ്പിന്റെ ഫലമാണ്. മറ്റൊന്നുമല്ല, നിങ്ങളെ കുറച്ചാളുകളെങ്കിലും പാലക്കാട് തെരഞ്ഞെടുപ്പിൽ അവിടെ പ്രചരണ എത്തിയിട്ടുള്ള ആ വന്നിട്ടുള്ള ആളുകൾക്കെല്ലാം അറിയാം. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ ഒരൊറ്റ ചർച്ചയുണ്ടായിരുന്നു. അത് ഇടതുപക്ഷമൊന്നുമില്ല, വലതുപക്ഷമില്ല, കോൺഗ്രസ് ഇല്ല, CPM ഇല്ല, CPI ഇല്ല, മുസ്ലിം ലീഗും ഇല്ല, BJP-യുടെ പരാജയം. അവിടെ അവരെല്ലാം ഒന്നായിരുന്നു. നിങ്ങൾക്കറിയാം, അവിടെ SDP പരസ്യമായി UDF സ്ഥാനാർത്ഥിക്ക് വേണ്ടി പ്രചരണം നടത്തിയപ്പോ പല പ്രാവശ്യം നമ്മുടെ മാധ്യമ സുഹൃത്തുക്കളാണ് ചോദിച്ചു, നിങ്ങൾക്ക് ആ വോട്ട് വേണ്ട എന്ന് പറയാൻ കഴിയുമല്ലോ. ഇലക്ഷൻ കഴിയുമ്പോൾ പറഞ്ഞില്ല എന്ന് മാത്രമല്ല, ആ പാലക്കാട് ഏകദേശത്തിന്റെ ഫലം നമ്മൾ ഏറ്റവും അധികം പ്രകടനം നടത്തിയതാണ്. പാലക്കാട് നമ്മൾ ഏറ്റവും അധികം പ്രകടനം നടത്തിയത് SDP-യും ജമാഅത്തെ ഇസ്ലാമിയാണ്. അപ്പോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രിയങ്കരനായ സെക്രട്ടറി ഡ്രില്ല് മാഷ് അപ്പൊ തന്നെ പത്രസമ്മേളനം നടത്തി. ഇത് വർഗീയ കക്ഷികളെ കൂട്ടുപിടിച്ചുള്ള UDF-ന്റെ വിജയമാണ്. തൊട്ട് തലേ ദിവസം ഈ പറയുന്ന വർഗീയ കക്ഷികളുടെ സ്വന്തം പത്രത്തിൽ സ്വന്തം സ്ഥാനാർത്ഥിയുടെ പരസ്യം കൊടുത്തിട്ടാണ് പിറ്റേ ദിവസം CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി ഈ വർഗീയ കക്ഷികളെ കൂട്ടുപിടിച്ചത് കുറ്റം പറഞ്ഞു. അവിടെ ഒറ്റ ചർച്ച ഉണ്ടായിരുന്നുള്ളൂ. എങ്ങനെയും 44,000-ഓളം വരുന്ന ഇസ്ലാമിക വോട്ടുകളെ എങ്ങനെ തന്നെ കൽക്കമാക്കാം, ആ ചുമതല അവർ SDP-യെ ഏൽപ്പിച്ചു. SDP കോൺഗ്രസിന് ആ വോട്ടുകൾ മറിച്ചു കൊടുത്തു. ഇത് 2021-ൽ പൂഞ്ഞാറിൽ സംഭവിച്ചതാണ്. നമ്മളിതിനെ പൊളിറ്റിക്കൽ ഇസ്ലാം എന്ന് വിളിക്കുമ്പോ ഇതിനെ നമ്മൾ പറയുന്ന വർഗീയതയായി ചിത്രീകരിക്കപ്പെടും. എന്നെ ശ്രമിക്കുന്ന തത്വപരമായ ഇസ്ലാം സഹോദരങ്ങളോട് എനിക്ക് പറയാനുള്ളത്, ഞാൻ പറയുന്നത് നിങ്ങളെക്കുറിച്ചല്ല. ഈ രാജ്യത്തെ കടന്നു നിന്നുവാൻ, ഈ രാജ്യത്തിന്റെ അനന്തരയോട് പൊരുത്തപ്പെടാതെ, ഈ രാജ്യത്തെ സ്നേഹിക്കാതെ, ഈ രാജ്യത്തിന് വിരുദ്ധമായി, ഈ രാജ്യത്തിന്റെ ശത്രുരാജ്യങ്ങളോട് പൊരുത്തപ്പെട്ടുകൊണ്ട് അവരുടെ ചിന്താഗതി പഠിക്കുന്ന ഒരു വർഗ്ഗത്തോടെ ജീവിക്കുന്നുണ്ട്. അവർ കാലാകാലങ്ങളിൽ അവർ ആവശ്യമുള്ളവർക്ക് ഒക്കെ വോട്ടുകൾ മാറ്റി കൊടുക്കും. 2016-ൽ എനിക്കറിയാം, ആ SDP-യുടെ പിന്തുണ മേടിച്ച് ജയിച്ച വ്യക്തിയാണ് എന്റെ പിതാവ്. ഞാനിവിടെ നിങ്ങളുടെ മുമ്പിൽ തുറന്നു പറയുന്നതാണ്. അത് ഇവന്മാരുടെ രഹസ്യപ്പെട്ടൊന്നും പറഞ്ഞില്ല. പരസ്യമായി പത്രസമ്മേളനം നടത്തി SDP-യുടെ പിന്തുണ വാങ്ങിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ പിതാവ് വീട്ടിൽ വന്ന് കുഞ്ഞാറ് മത്സരിച്ചു. 2 വർഷം കഴിഞ്ഞപ്പോ അദ്ദേഹം തന്നെ പത്രസമ്മേളനം നടത്തി പറഞ്ഞു, യുവമാരുമായിട്ട് കൂട്ടുകൂടി മുമ്പോട്ട് പോകാൻ കഴിയില്ല. എന്റെ രാജ്യത്തെ സ്നേഹിക്കുന്നവർ അതിനുപരി കൊലപാതക രാഷ്ട്രീയത്തിന്റെയും രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്കും നേതൃത്വം കൊടുക്കുന്നവരുമായി പൊരുത്തപ്പെടാൻ എനിക്ക് കഴിഞ്ഞ പറഞ്ഞതാണ്. 2021-ൽ ഞാൻ പറഞ്ഞു കൊടുക്കുന്നത്, 2016-ൽ PC ജോർജിന് പിന്തുണ കൊടുക്കുമ്പോ അതിന്റെ സംസ്ഥാന സമിതി, SDP-യുടെ സംസ്ഥാന സമിതിയിൽ ഞാൻ നേരിട്ട് പോയി സംസാരിച്ചിട്ടുണ്ട്. അന്ന് ആ കമ്മിറ്റിയുടെ തീരുമാനം 139 മണ്ഡലങ്ങളിൽ
കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് പിന്തുണ കൊടുക്കുകയും ഒരിടത്ത് 2021 അത് 140 നിയോജകമണ്ഡലങ്ങളും SDPയുടെ പിന്തുണ ലഭിച്ച CPM ആണ് ഇപ്പോൾ കോൺഗ്രസിനോട് പറയുന്നത്. കോൺഗ്രസ് വിവിധ ശക്തികളുടെ വർഗീയ ശക്തികളുടെ വോട്ട് മേടിക്കുന്നു. ഇവർ രണ്ടുപേരും കുറെ കാലമായി ചെയ്തു വന്നുകൊണ്ടിരിക്കുന്ന കാര്യം ഇത് തന്നെയാണ്. 2021 SDPM അനുസരിച്ചുള്ള 44 നിയോജകമണ്ഡലങ്ങളാണ്. SDPM അനുസരിച്ച് 44 നിയോജകമണ്ഡലങ്ങളിൽ 33 സ്ഥലങ്ങളിൽ CPMന്റെ സ്ഥാനാർത്ഥികൾ വിജയിച്ചു. നിങ്ങൾ മനസ്സിലാക്കണം. വോട്ട് പിടിച്ചു മാറ്റാൻ വേണ്ടി വാർത്ത നിർത്തില്ല. അവർക്ക് 100 സീറ്റ് മത്സരിക്കാം. അത് 100 സീറ്റ് എടുത്താലും 10,000 വോട്ടെങ്കിലും വീതമുണ്ട്. എന്നിട്ട് 44 സീറ്റുകളിൽ പിണറായിയുടെ നിർദ്ദേശപ്രകാരം മത്സരിച്ച് ആ പിണറായി നിർദ്ദേശപ്രകാരം മത്സരിച്ച 44 സീറ്റുകളിൽ 33 സീറ്റിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ജയിക്കുന്ന സാഹചര്യമുണ്ടായി. എന്നിട്ട് ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇവര് നമ്മളെ വിളിക്കുന്ന വലിയ പേരുണ്ട്. ഇതെല്ലാം കാണിച്ച് കോളം കെട്ടിയിട്ട് നമ്മളെ വിളിക്കുന്ന പേരാണ് വർഗീയ പാർട്ടി. ആവശ്യപ്പെടുന്ന RSS എന്റെ വിശ്വാസങ്ങൾക്ക് ഏറ്റവും അധികം സംരക്ഷണമുള്ള പ്രസ്ഥാനമാണ്. ഞാനിത് ഇവിടെ പറയുന്നത് എന്റെ കടമയാണ്. അതുകൊണ്ട് പറയാം. ഞാൻ ഒരു കാര്യം പറഞ്ഞുകൊള്ളട്ടെ. ഈ മുനമ്പം സമരം ഇപ്പൊ മുനമ്പം മുനമ്പത്തെ മരത്തിൽ അവരോടൊപ്പം ഞാൻ കൂടി എന്നുള്ളൂ. അല്ല പ്രത്യേകിച്ച് മുനമ്പം സമരത്തിന്റെ നായകനൊന്നും വേണം. മുനമ്പം സമരം എന്തുകൊണ്ട് നമ്മൾ ഏറ്റെടുത്തു? നമ്മൾ എടുത്തു പറയുന്ന വിഷയം എന്നോട് പാർട്ടി ആവശ്യപ്പെട്ടത് മുനമ്പത്ത് പോയി ആ സമരത്തിന് പിന്തുണ അറിയിക്കാണ്. ഞാൻ പോയി പാർട്ടിയുടെ ജില്ലാ പ്രസിഡന്റും KV കരുണാകരൻ ഉൾപ്പെടെ പാർട്ടിയുടെ സംസ്ഥാന നേതാക്കളും ഉൾപ്പെടെ ഞങ്ങൾ പിന്തുണ അറിയിച്ചു പോകുന്നു. പക്ഷെ അതിനുശേഷം ഒക്ടോബർ 14 തീയതി കേരള നിയമസഭയിൽ ഇവിടെ നിന്ന് യുവന്മാർക്ക് വോട്ട് കുത്തി ജയിപ്പിച്ച് വിടുന്ന എല്ലാവരും കേൾക്കാൻ വേണ്ടിയാണ് പറയുന്നത്. ഒക്ടോബർ 14 തീയതി കേരള നിയമസഭയിൽ ഒരു പ്രമേയം പാസാക്കി. എന്താ പ്രമേയം? കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നിട്ടുള്ള വഖഫ് ഭേദഗതി നിയമം വഖഫ് തത്വങ്ങൾക്ക് നിരക്കാത്തതും ന്യൂനപക്ഷങ്ങൾക്ക് നേരെയുള്ള കടന്നുകയറ്റമായി മനസ്സിലാക്കാൻ സാധിക്കുന്നതിനാൽ ഈ വഖഫ് ഭേദഗതി നിയമം നടപ്പാക്കരുത് എന്ന് കേരള നിയമസഭ ഐക്യകണ്ഠേന ആവശ്യപ്പെടുന്നു. നിങ്ങൾ ഇവിടുത്തെ കുറച്ച് ആളുകൾ MLA-മാരെ ജയിപ്പിച്ചിട്ടില്ലേ? നിങ്ങൾ ഇവിടുത്തെ ഇടതുപക്ഷവും വലതുപക്ഷവും ജയിപ്പിച്ചിട്ടുണ്ടല്ലോ. അവർ വരുമ്പോൾ ചോദിക്കണം. ആ മുനമ്പം ജനങ്ങൾ മാത്രമല്ല, തളിപ്പറമ്പിൽ, കണ്ണൂരിൽ, പയ്യന്നൂരിൽ, ചാവക്കാട്, ഗുരുവായൂരിൽ എത്രയെത്ര ഭൂമികൾക്ക് നേരെയാണ് വഖഫ് കയ്യേറ്റം നടന്നിട്ടുള്ളത്. എന്തിന്? ഇന്ത്യൻ പാർലമെന്റിരിക്കുന്ന വസ്തു, ടാക്സ് ഉൾപ്പെടുന്ന വസ്തു. എന്നിട്ട് വേണ്ട ഇന്ത്യൻ മിലിറ്ററിയും ഇന്ത്യൻ റെയിൽവേയും കഴിഞ്ഞ ഏറ്റവും അധികം ഭൂമി ഇന്ന് ഇന്ത്യ മഹാരാജ്യത്തിന് സ്വന്തമായിട്ടുള്ള വഖഫ് ബോർഡിനാണ് എന്നൊന്നും തെറ്റില്ല. നൂറ്റാണ്ടുകളായി ജീവിക്കുന്ന പാവപ്പെട്ടവരെ സ്വന്തം ഭൂമിയിൽ നടത്തിവിടുവാൻ ഒരു നിയമം പ്രയോഗിക്കാൻ വന്നാൽ അത് ഇന്ത്യൻ ഭരണഘടനയ്ക്ക് മുകളിൽ ഒരു നിയമമായി വന്നാൽ അതിനെ തടയേണ്ട കടമ ഭാരതീയ ജനതാ പാർട്ടിക്കുണ്ട്. ആ കടമ നിർവഹിക്കാൻ കഴിഞ്ഞപ്പോഴാണ് ഇവന്മാർ പ്രമേയമായി വരുന്നത്. ഇവരോടാണ് പ്രമേയം പാസ്സാക്കാനോ നിയമസഭയുടെ അഭിപ്രായം എന്താണെന്ന് ഇവന്മാരുടെ ആരും ചോദിച്ചില്ല. അവിടെ നിയമം കൊണ്ടുവന്നാൽ ആ നിയമം നടപ്പിലാക്കാൻ നല്ല ബോധ്യമുള്ള അതിനുള്ള തന്റേടമുള്ള ഒരു പ്രധാനമന്ത്രി നീക്കിയിട്ടുണ്ട്. അതിന്റെ പുണ്യയുടെ പേര് നരേന്ദ്രമോദി എന്നാണ്. അത് ഇവന്മാരുടെ പ്രവർത്തനം ആവശ്യമില്ല. എന്നിട്ട് പ്രമേയം പാസ്സാക്കും. പക്ഷെ പ്രമേയം പാസ്സാക്കുമ്പോൾ നമ്മൾ തീരുമാനിച്ചു ഇത് ജനത്തിന് മുമ്പിൽ നമ്മൾ തുറന്നുകാട്ടണം. പാലക്കാട്ടെ പരാജയമാണ്. പാലക്കാട്ടെ ജനത പൂർത്തീകരിക്കില്ല. പാലക്കാട്ടെ പരാജയം. ഗ്രിൽ സോൺ ഫാമിലി റെസ്റ്റോറന്റ്, തിയേറ്റർ റോഡ്, ചെറുപുഴ. ഭക്ഷണ വൈവിധ്യങ്ങളുടെ കലവറ, കൊതിയൂറും ഭക്ഷണ വിഭവങ്ങളുടെ ഇഷ്ടഭോജനശാല. നാടൻ വിഭവങ്ങൾ കൂടാതെ ഫാസ്റ്റ് ഫുഡ് ഐറ്റംസുകൾ, കുട്ടികളുടെ മനം കവരുന്ന ഐസ്ക്രീം, ജ്യൂസ് ഐറ്റംസുകൾ, ഷവർമ, അൽഫാം, അപ്പം പൊള്ളിച്ചത്, മന്തി, ചൈനീസ് ഫുഡ്, സീ ഫുഡ് മുതലായവയും ലഭ്യമാണ്. കൂടാതെ വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യം, AC, നോൺ AC സൗകര്യങ്ങളും.
ഗ്രിൽസോൺ ഫാമിലി റെസ്റ്റോറൻറ്റ്, തിയേറ്റർ റോഡ്, ചെറുപുഴ. ഫോൺ 8078496284. Other number 9746721269.